എന്തെങ്കിലുമൊക്കെ ഒരു ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഷിംജിതയാണെന്ന് ഉറപ്പിച്ച് പറയാമായിരുന്നു. പക്ഷെ ഇതിന്റെ റീസൺ നമുക്ക് അറിയില്ല. കണ്ണിൽ ചോരയില്ലാത്ത തിണ്ടി, എന്ത് തോന്നിവാസവും കാണിക്കാൻ മടിയില്ലാത്ത ഒരു അലവലാതി. നമുക്ക് ഒരു പെൺകുട്ടിയെ മാത്രം മരിച്ചാലും മരിച്ചില്ലെങ്കിലും രണ്ടും മാറ്റി വെക്കുക. പക്ഷെ ആ ഷിംജിത ചെയ്ത തെറ്റല്ലേ? ആത്മഹത്യ പബ്ലിഷ് ചെയ്തത് തെറ്റാണ്. അതാണ് ഏറ്റവും വലിയ. അത് തെറ്റാണ്. പക്ഷെ അത് അങ്ങനെ സോഷ്യൽ മീഡിയ കോടതിയായി മാറുന്നത് എന്തുകൊണ്ട്? അത് ഇവിടുത്തെ നിയമങ്ങൾക്ക് പര്യാപ്തമല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ വാദിക്കരുത്. പരാതി പോലും കൊടുക്കാതിരുന്നിട്ട് ഞാൻ കോടതിയെയും പോലീസിനെയും ഈ നാട്ടിലെ നീതിന്യായത്തെയും വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. എത്ര പെണ്ണുങ്ങൾക്ക് നീതി കിട്ടിയിട്ടുണ്ട് ഇവിടെ? എത്ര പെണ്ണുങ്ങൾക്ക് നീതിയിട്ടുണ്ട് ഇവിടെ? ഇപ്പൊ നടിയെ ആക്രമിക്കപ്പെട്ട കേസ് തന്നെ നമ്മൾ കാണുവാണ്. അതിജീവിതം സ്വന്തമായിട്ട് വന്ന് പറഞ്ഞു എനിക്ക് നീതി കിട്ടിയില്ലെന്ന്. അതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത്? ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്? താൻ ചിന്തിച്ചിട്ടുണ്ടോ? ബസ്സിലൊക്കെ ഇങ്ങനെ അതിക്രമങ്ങൾ കാണിക്കുന്ന ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ സൈക്കോളജിക്കലി പ്രശ്നമുള്ള ആളുകൾക്ക് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ വഴി വീഡിയോസ് എടുത്ത് സ്പ്രെഡ് ചെയ്യുന്നതാണോ? ഞങ്ങളും സാധാരണ ആളുകളാണ്. ബസ്സിൽ ധാരാളം കുട്ടികളായിരുന്നപ്പോൾ മുതൽ ബസ്സിൽ യാത്ര ചെയ്യുന്നവരാണ്. നമുക്കും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. അതായത് ഒരു ബസ് തിരക്കുള്ള ബസ്സിൽ പോകുമ്പോൾ പലയിടയ്ക്കും അതിനിടയ്ക്കുള്ള ആളുകൾ നമ്മൾ ഒന്ന് ഞോണ്ടാനോ അതൊക്കെ ഒരു അതിക്രമമായിട്ട് തന്നെയാണ് ഞങ്ങളും കണ്ടുവരുന്നത്. നമ്മളൊക്കെ ചെറുപ്പോ ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും മുള്ളിനാണ് കേട്, മോനൊടിഞ്ഞു പോവും. അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു സേഫ്റ്റി പിൻ എടുത്ത് ചെറുതായിട്ടൊരു കുത്തു കൊടുത്തു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ അതൊരു പ്രതികരണമായിട്ടാണ് ഞങ്ങളെ പോലുള്ള സാധാരണക്കാരെല്ലാവരും വിശ്വസിക്കുന്നത്. പഴയ മെത്തേഡാണ് സേഫ്റ്റി പിൻ എന്ന് പറഞ്ഞു. പുതിയ മെത്തേഡാണ് ഈ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഇവിടുത്തെ ഏറ്റവും തലവെച്ച പിള്ളേരുടെ സംഘം പ്രതികരിക്കുമ്പോ സേഫ്റ്റി പിൻ ഉപയോഗിച്ചു എന്ന് പറഞ്ഞു. ആ സേഫ്റ്റി പിൻ കൊണ്ടും ഒരാൾക്ക് അപകടം ഉണ്ടായാൽ അതും അപ്പോഴും നമ്മൾ അതുകൊണ്ട് പ്രൊമോഷൻ വീഡിയോ അല്ലാതെ ഒറിജിനൽ വീഡിയോ കിട്ടിയാൽ മരണപ്പെട്ടുപോയ ദീപക് നിരപരാധിയാണെന്ന് പറഞ്ഞാൽ മരണപ്പെട്ടുപോയ ദീപകിനെ തിരിച്ചു കിട്ടുമോ? ഈ അച്ഛനും അമ്മയ്ക്കും തിരിച്ചിട്ട് അമ്മ പറയുന്നത് എന്താ, കുട്ടിയില്ലാതെ എനിക്ക് ജീവിക്കാൻ വയ്യ, ഞങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും? ആ കുടുംബം ആശ്രയിച്ചിരുന്നത് ആ ഒറ്റ മകനായ ദീപകിലാണ്. ഇനി ഇത് നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ, ദീപക് നിരപരാധിയാണെങ്കിൽ ദീപകിനെ നമുക്ക് തിരിച്ചു കിട്ടുമോ? ഒരു വെടി ശബ്ദമാണ് കേൾക്കുന്നത്. നാളെ ആ പെൺകുട്ടി നിരപരാധിയാണെന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഈ സാധനമൊക്കെ നിങ്ങൾ തിരിച്ചെടുക്കും. നമ്മുടെ ശരീരത്ത് അനാവശ്യമായിട്ട് ടച്ചിങ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്പോട്ടിൽ പ്രതികരിക്കണം. വീണ്ടും വീണ്ടും കേരളത്തിലെ ഈ പറയുന്ന നാനാകോടി ജനങ്ങളുടെ മാനസികാവസ്ഥ വ്യത്യസ്തമാണ്. ചേച്ചിയുടെ മാനസികാവസ്ഥ അല്ല വളരെ കുട്ടിക്ക് ബസ്സിൽ നമ്മൾ അങ്ങനെ പ്രതികരിക്കണം എന്ന് ആവശ്യപ്പെട്ടൊരു കാര്യം. ഇവിടെ നാട്ടിലേക്ക് അയച്ചാൽ ഭയങ്കര കുഴപ്പമാണ്. സാമാന്യ ബോധമുള്ള ഏതൊരു സ്ത്രീക്കും ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ആ കുട്ടി ഒരു കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം വീഡിയോ ചെയ്ത്. ഒരു പെണ്ണ് വീഡിയോ എടുത്തോണ്ടല്ല മോബ് വയലൻസ്, മോബ് കില്ലിംഗ് അതാണ് ചെയ്തത്. അത് മാത്രമല്ല ഇവളെ കൊല്ലുവാണേലും അങ്ങനെ തന്നെയാണ്. ദീപകിന്റെ മരണത്തിന് അതൊരു കാരണമായേക്കാം. പക്ഷെ അത് മാത്രമാണ് കാരണം നമുക്ക് പറയാം. ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച മനുഷ്യന്റെ വായിലും കൂടെ കേൾപ്പിച്ചപ്പോൾ നിനക്ക് തൃപ്തിയായില്ലടാ? ഞങ്ങളുടെ ശരീരത്തിൽ അപമര്യാദയായിട്ട് ഒരാള് തൊടുകയോ അല്ലെങ്കിൽ ലൈംഗിക ചുവയോടുകൂടിയുള്ള നോട്ടമോ ഉണ്ടായാൽ ഞങ്ങൾ സ്പോട്ടിൽ പ്രതികരിക്കും. അങ്ങനെ ഉണ്ടായില്ല. ഇനി വേറൊരു കുട്ടിയെ പറയുന്നു ആ കുട്ടി അങ്ങനെ ചെയ്യുന്നത് കണ്ടു. ഇതുവരെ ആ കുട്ടി അതിന് മറുപടി പറഞ്ഞിട്ടില്ല. സ്ത്രീകൾക്കെതിരെയാണോ? ഞങ്ങളൊക്കെ പൊതുപ്രവർത്തകരാണ്. നാളെ ഏതൊരു സ്ത്രീക്ക് വിഷയം വന്നാലും ഞങ്ങളൊക്കെ അതിൽ അവന്റെ കച്ചവടം നിർത്തിയാലല്ലാതെ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല. എന്റെ രമണ, കാര്യം നടന്ന അപ്പൊ തന്നെ റിയാക്ട് ചെയ്യും എന്ന് പറഞ്ഞു. എനിക്ക് ഇവിടെ ഒരു കാര്യം നടന്നു. സുഖം കിട്ടുമ്പോ ആരെങ്കിലും പ്രതികരിക്കുമോ എന്നുള്ളതാണ്. ഇത് ഒരു സ്ത്രീക്ക് വരുന്ന ഒരു റിയാക്ഷൻ ആണെങ്കിൽ സ്ത്രീകള് പ്രതികരിക്കാൻ ബുദ്ധിമുട്ടും. എന്ത് വൃത്തികെട്ട നമ്മള് ബാഡ് ടച്ച് ചെയ്ത് നമ്മളെ 1-2 പ്രാവശ്യം നമ്മൾ സഹിച്ചു നിൽക്കേണ്ട കാര്യമില്ല. അത് പ്രതികരിക്കാം. ഇത്രയും ഇതെടുത്ത് ഫോണിലെടുത്ത് നമുക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്കത് വേറെ രീതിയിൽ പ്രതികരിക്കാമായിരുന്നു.
ഇങ്ങനെയല്ല, ഒരുപക്ഷെ ആ ജീവൻ ഇപ്പൊ നിലനിൽക്കുമായിരുന്നു. നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? ഇന്ന് അവരുടെ കുടുംബം അനുഭവിക്കുന്ന പ്രയാസം. ഞങ്ങൾ ഒരുപാട് ബസ്സുകളിൽ രാവിലെയും രാത്രിയൊക്കെ യാത്ര ചെയ്യുന്നവരാണ്. ഒരുപാട് ആണുങ്ങളും സ്ത്രീകളും തമ്മിൽ ഒരു സീറ്റിലിരുന്ന് യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ അടുത്ത ഒരാൾ എന്തെങ്കിലും ഒരു മോശം എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് നോ പറയാനുള്ള അവസരമുണ്ട്. അപ്പോൾ സാറിന് ടോയ്ലറ്റ് പോകാൻ പറ്റുന്നുണ്ടോ? ഫേസ് വല്ലാണ്ടിരിക്കണു. ഈ പെൺകുട്ടി ശരിക്കും ദീപക് അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നു. ആ വീഡിയോ കാണുമ്പോൾ അറിയാം ഇത് മനഃപൂർവ്വം സോഷ്യൽ മീഡിയയിൽ കാശുണ്ടാക്കാനുള്ള കളി തന്നെയായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. അതിൽ വേറെ ഒരു ഇതും ഇല്ല. അതുകൊണ്ട് ആ ദീപകിന്റെ കുടുംബം അനാഥമായി എന്ന് മാത്രമേ ഉള്ളൂ. എന്തത് വായിൽ നാവണ്ടോന്ന് നോക്കിയതാ. ഇത്രയൊക്കെ കേട്ടിട്ട് ഒരു അക്ഷരം മിണ്ടണമല്ല. ഞങ്ങളും ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളുകളാ. അപ്പൊ ഞങ്ങളുടെ അടുത്തിരിക്കുന്ന ഒരു യുവതിക്ക് നേരെ അല്ലെങ്കിൽ എനിക്ക് നേരെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്പോട്ടിൽ പ്രതികരിക്കും. അത് ആര് കൂടെ ഉണ്ടെന്നൊന്നും നമ്മൾ നോക്കത്തില്ല. ഇതിപ്പോ ദീപകിന് സംഭവിച്ചത് ദീപകിന് നീതി കിട്ടണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതായത് മനസാക്ഷിയുള്ള ഒത്തിരി ലേഡീസ് ഇവിടെ ഉണ്ട്. സ്ത്രീകൾക്ക് സംരക്ഷണം കിട്ടുന്നുണ്ട്. പക്ഷെ ആ സ്ത്രീകൾ തന്നെ അപ്പൊ അത് മിസ്യൂസ് നമ്മൾ കാണുമ്പോൾ സ്വയം വീഡിയോ ഇട്ടതാരാ? ഷിംജിതയാണ്. ഈ ഇട്ട വീഡിയോ വെച്ച് ഷിംജിത കുറ്റക്കാരിയാണെന്നേ തോന്നുന്നു നമുക്ക് എല്ലാവർക്കും. എല്ലാവർക്കും അല്ല, ആൾക്കാരും. ഇവൻ ശരിയല്ല. ഇവന്റെ ഉണ്ടകണ്ണ് കണ്ടാലറിയാം കള്ള ലക്ഷണമുണ്ട്. അല്ലോ ഇത് കള്ള ലക്ഷണമല്ല, ജന്മനാ ഉള്ളതാണ്. വീട്ടില് ബാപ്പയ്ക്കും ഉമ്മയ്ക്കും ഒക്കെ ഉണ്ട്. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരെ